ഇന്നത്തെ പർച്ചേസിങ് വെറുതെ ആയിപ്പോയില്ലേ. വെറുതെ എത്ര സമയം അത്രയും സമയം കിടന്ന് തപ്പിയിട്ട് ഈ ഒരു പൊട്ട ചുരിദാർ മാത്രം കിട്ടി. എനിക്ക് ദേഷ്യം വന്നു. പർച്ചേസിങ് ഞാനത് നിന്റെ അടുത്ത് പറയുന്നത്, നിനക്ക് ടെക്സ്റ്റൈൽസിലോട്ടോ ജ്വല്ലറിയിലോട്ടോ കയറി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കണ്ണ് കാണത്തില്ല. പിന്നെ അങ്ങ് പരക്കുവാ, നീ അങ്ങ് പരക്കുവാ. ഇന്നാണെങ്കിൽ സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു, അതൊന്നും നടക്കൂല. സിനിമയുടെ മാത്രമല്ല, അളിയന്റെ ലൈവ് ഉണ്ടായിരുന്നു. അളിയന്റെ ലൈവ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ടെന്താ എന്നോട് പറയാൻ? അതെങ്ങനെ പറയാനോ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് അപ്പോഴേ നീ അവിടെ വെച്ച് പിണങ്ങും. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും മിണ്ടി പിണങ്ങി. പിന്നെ അളിയനോട് പിന്നെ അങ്ങനെ പറഞ്ഞ നമുക്ക് നിർത്താം. നിന്റെ അടുത്താണെങ്കിൽ അതും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് വിട്ട്. പിന്നെ ഒന്നാമത് അത് നീ ആലോചിച്ച് നോക്കണം, ഞാൻ എന്തുമാത്രം ക്ഷമയോടുകൂടി അവിടെ മിണ്ടല്ലേ കാത്തു നിൽക്കുന്നു. നിങ്ങൾക്കും ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ക്ഷമയോടുകൂടി പോവുകയും ക്ഷമയോടുകൂടി വരികയൊക്കെ ചെയ്യുമല്ലോ. പോകുമ്പോഴും സന്തോഷം, വരുമ്പോഴും സന്തോഷം. പിന്നെ അതാവാം. നമ്മൾ വല്ലപ്പോഴും ഒരു ചുരിദാർ മേടിക്കാൻ പോകുമ്പോഴേ അത് വല്ലപ്പോഴും വല്ലപ്പോഴും നല്ലതല്ല. ഒന്നുകിൽ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനിയെങ്കിലും നീ ഒരുങ്ങി തുടങ്ങുമ്പോഴേ എൻ്റെ അടുത്ത് ഒരുങ്ങാൻ പറയരുത്, ദേവി പറയരുത്. നീ ഉണ്ടല്ലോ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് വാ ചേട്ടാ പോവാം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുങ്ങാൻ തുടങ്ങിയാൽ മതിയല്ലോ. കാരണം വെച്ചാൽ ഇന്ന് തന്നെ ഞാനുണ്ടല്ലോ, നീ ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ചേട്ടാ ഒരുങ്ങിക്കോളാൻ പറഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് 4 സ്വപ്നം കണ്ടിയേ. 4 സ്വപ്നം കണ്ടിയേ. എന്നിട്ട് ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോഴും നീ പുരിയം വരയ്ക്കുന്നതേ ഉള്ളൂ. ഒരു രക്ഷയില്ല. എന്തിനിപ്പോ സിനിമ കാണാൻ നടക്കുവോ? സമയമുണ്ടോ? സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അതെ, ഇപ്പൊ ഇവിടെ മറ്റേ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ എന്ത് പറയുന്നത്, ഈ കൊറോണയ്ക്ക് ശേഷം തുറന്നതായതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണോ എന്തോന്ന് എനിക്കറിയത്തില്ല, സർക്കുലർ വന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പൊ ഈ മോഹൻലാലിന്റെ പടം, മമ്മൂട്ടിയുടെ പടം, നമ്മുടെ മലയാളം പടം ഏതും ആയിക്കോട്ടെ, ഈ സംഭാഷണം വരുന്നതും പിന്നെ എഴുതി കാണിക്കുന്നതും എല്ലാം അറബിയിലേ വരും. വേറെ ഒരു ഭാഷയിലും വരത്തില്ല. അതൊന്നും അങ്ങനെ ഒരു ഇതായിപ്പോയത്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക്. എന്റെ വിനോദേട്ടാ ഒന്ന് നിർത്തിക്കൂടെ? എന്തിനാ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാ ഞാൻ? പിന്നെ എന്ത് ഈ പറയുന്നത്? പിന്നെ അറബിയിലേ വരത്തുള്ളൂ അല്ലേ? ഒറ്റ ഇടിയതായിരുന്നു. എന്റെ കുടുംബമാരെങ്കിലും ഉടായിപ്പോരാണ്. എന്തോ കള്ളത്തരോ ഈശ്വര ഈ പറയുന്നത്. കുഴപ്പമില്ല, ഞാൻ അങ്ങ് അറബി കേട്ടോളാം. എനിക്ക് അറബി മനസ്സിലാവും. ഏക്കത്തില്ല, എപ്പോഴും പറ്റിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. ചിലതൊക്കെ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കും എന്ന് പറഞ്ഞോണ്ട് എന്താ എപ്പോഴും പറ്റിക്കാനായിട്ടിരിക്കുക. ശരി, എവിടെയെങ്കിലും ജ്യൂസ് വല്ലതും കുടിക്കാണ്ട്. ഏതായാലും സിനിമ നടക്കത്തില്ലല്ലോ. സിനിമ നടക്കത്തില്ല ഇതിന് ഇനി, അല്ലെങ്കിലും ഇനി സമയമില്ല. പിന്നെ അറബിയുടെ ഒരു വിഷയം വീടത്. വാച്ചൊക്കെ ഒന്ന് മാറണോ? പിന്നെ ഇന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഡാൽ കറി എന്തെങ്കിലും ഒരു കറി വെക്കും. ഡാൽ കറി വെച്ചാൽ മതി. പിന്നെ ഇഷ്ടം. അതാ ഞാൻ ഒരു തവണ അത് വെച്ച് നോക്കിയതാ, വെച്ച് തന്നതാ അത് കുഴപ്പമായത്. പിന്നെ എല്ലാവർക്കും അത് മതി. അതുകൊണ്ടല്ലേ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഇത്രയും നാടൊന്ന് ക്ഷീണിച്ചല്ലേ. അതെ, ഡാൽ വെക്കണമെങ്കിൽ മസൂർ ഡാലാ. മസൂർ ഡാലുണ്ടോ? പിന്നെ ഡാലില്ല, നീ ഡാല് കറി വെക്കാൻ പറയാം. അല്ല മസൂർ ഡാൽ മറ്റേ ഡാലില്ല, അല്ല മസൂർ ഡാൽ ഉണ്ട്. പിന്നെ ഇതുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, കടു. അയ്യോ കടു ഇല്ലാതെ ഇരിക്കുമോ? എനിക്ക് വയ്യ. മസൂർ ഡാലും ഉണ്ട്, വെളുത്തുള്ളിയുണ്ട്, കടുവുണ്ട്, ഇഞ്ചിയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു സാധനം ഇല്ലാത്തല്ലേ? ഒരു സാധനം ഉണ്ട്. കറിവേപ്പില ഇല്ലെന്നേ ഉള്ളൂ. അത് പിന്നെ പ്രശ്നമില്ലല്ലോ. കറിവേപ്പില ഇല്ലെങ്കിലും ഡാൽ കറി വെക്കാല്ലേ സ്റ്റൈലല്ലേ? കറിവേപ്പില ഇല്ലാതെ പറ്റത്തില്ല. എടി കറിവേപ്പില ഇല്ലാതെ അങ്ങനെ ഡാലിന് രുചി വരുന്നത്? കറിവേപ്പിലാണ് ഡാലിന് രുചി കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ടാലും ഡാലിന് രുചി വരും. ഞാൻ വയ്ക്കുന്നതിന് കറിവേപ്പില വേണം. ഇത് നമ്പർ 1 ഉടായിപ്പ. ഞാൻ തന്നെ വെക്കേണ്ടി വരും. വിനോദത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിവേപ്പില ഇല്ലാതെ പറ്റത്തില്ല. ഇന്ന് വിനോദത്തെ തന്നെ കറി വെക്കണം. കഷ്ടമുണ്ടെന്നേ, ക്ഷീണമായോണ്ടല്ലേ. നോക്കാന്നല്ല, ഉറപ്പ് പറ. എങ്കിലും ഞാൻ ഇവിടുന്ന് വരുന്നു. പണ്ട് വെച്ചോളുള്ള ടേസ്റ്റ് ഉണ്ടാവത്തില്ല, അത് ഞാൻ പറഞ്ഞേക്കാം. കറിവേപ്പില ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കാം.